ശ്രീനു പറഞ്ഞ പോലെ നമ്മുടെ യാത്ര ബിദിയ സാൻസിലേക്കും സഫാരി വേൾഡ് വിസിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ഏകദേശം സഫാരി വേൾഡിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിസ്വയിൽ നിന്നായിരുന്നു. നിസ്വയിൽ നിന്ന് സഫാരി വേൾഡിലേക്ക് ഏകദേശം 143.8 കിലോമീറ്റർ ഉണ്ട് അക്കോർഡിംഗ് ടു ഗൂഗിൾ. ഒരു 1 hour 43 minutes ട്രാവലാണുള്ളത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബിദിയിലോട്ടാണ്. ബിദിയയിലേക്ക് നിസ്വയിൽ നിന്നുള്ള ട്രാവൽ എന്ന് പറയുന്നത് 195 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം സഫാരി വേൾഡ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു സൺസെറ്റിൽ ഒരു 1 hour ബിഫോറായിട്ട് ബിദിയിലെത്താനാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്. ടിക്കറ്റ് പ്രൈസസ് ആണ് കാണുന്നത്. ഇത് സഫാരി വേൾഡിൻ്റെ എൻട്രൻസിലുള്ള ഒരു വ്യൂ ആണ്. കോർണറിലാണ്, റൈറ്റ് സൈഡ് കോർണറിലാണ് കൗണ്ടർ ഉള്ളത്. ഏകദേശം ഒരു കുഞ്ഞു കാടിൻ്റെ ഒരു സെറ്റപ്പൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു വലിയ മരം അങ്ങനെ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. ചുറ്റും ഒരു കുഞ്ഞു വെള്ളം നീർച്ചാൽ ഒഴുകുന്ന പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു ട്രീ ഹൗസ് പോലൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് അത് കണ്ടപ്പോൾ അതിനുള്ളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ശ്രീനും ശിവനെയും കൂടെ അതിലൊക്കെ കയറി ഒന്ന് ഓടിച്ചാടി കളിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ കയറിയെങ്കിലും ഞാൻ കയറുന്ന കണ്ടിട്ട് എല്ലാവരും നോക്കി. അപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ട്രീ ഹൗസൊക്കെ തന്നെ ആയിരുന്നു. എന്നാൽ പോലും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ഇത് പിള്ളേർക്ക് മാത്രം അലൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് കയറി ഇത്തിരി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. അവർ കുറച്ച് നേരം കൂടെ അവിടെ കളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ കയറുന്നതുകൊണ്ട് എൻ്റെ പുറകെ തന്നെ ശ്രീജയും കയറി പോകുന്നുണ്ടായിരുന്നു. ശ്രീജയെ തനിച്ചാക്കി ഞാൻ തനിയെ ഇറങ്ങിപ്പോയി. സഫാരി വേൾഡ് ആക്ച്വലി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അത് എന്താ പറയുന്നത്, കൺസ്ട്രക്ഷൻ പൂർത്തിയായിട്ടില്ല. സഫാരി വേൾഡ് ഒമാനിലെ തന്നെ ഏറ്റവും വലിയ സൂ ആണ്. ഇതിനുള്ള ഹോഴ്സ് റൈഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇനി വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ള ഇതെല്ലാം സഫാരി വേൾഡിനുള്ളിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ കോർണറിൽ തന്നെ എൻട്രൻസിൽ ഒരു ചെറിയൊരു സ്നാക്സ് കൗണ്ടറുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂംസും കടിക്കോ? തലയിൽ തൊടുങ്ങ. എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ എന്ന് വെച്ചാൽ കൗണ്ടർ എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ ഡൈനോയുടെ ഒരു സ്കെൽറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ പാരലലായിട്ട് ഒത്തിരി ആനിമൽസിനെ കേജിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു 1.5 hours to 2 hours നമുക്ക് കറങ്ങി തിരിഞ്ഞ് ആനിമൽസിനെല്ലാം കണ്ടിട്ട് വരാം. അത്ര അധികം അതിനകത്ത് ഇപ്പോഴേ കാണാനുണ്ട്. ഇത് കൂടാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോഴ്സ് റൈഡിങ് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവർ പേൾസിൻ്റെ ഷേപ്പിൽ കുറേ ഹട്ട് പോലെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിനുള്ളൊക്കെ എന്താ വരാൻ പോണേന്ന് നമുക്ക് ഐഡിയ ഇല്ല. ഹോഴ്സ് റൈഡിങ് ഉടനെ വരും തോന്നുന്നു. കാരണം അതിൻ്റെ മൈതാനവും അതിന് വേണ്ട എൻട്രൻസും ഒക്കെ സെപ്പറേറ്റ്ലി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഓൾറെഡി ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹോഴ്സ് റൈഡിങ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് നടക്കുന്ന സമയത്താണ് വളരെ അവിചാരിതമായിട്ടൊരു കാഴ്ച കണ്ടത്. ഒരു ഗ്ലാസ് കൂട്ടിനകത്ത്, ചില്ലുകൂട്ടിനകത്ത് സിംഹത്തിൻ്റെ ഒരു ഡെഡ് ബോഡി അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ
തോന്നുന്ന രീതിയിൽ ഒരു സ്ട്രക്ചർ കണ്ടു. ഇത് കണ്ടിട്ട് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ പ്രൈസ്. 1 റിയാലാണ് ടിക്കറ്റ് റേറ്റ് കാണിക്കുന്നത് പെർ പേഴ്സൺ. ഇതായിരിക്കണം ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഒരു എൻട്രൻസ്. അതിനകത്ത് അതിൻ്റെ റൈഡ് ചെയ്യാനുള്ള ഫീൽഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ ഇങ്ങനൊരു സ്ട്രക്ചർ കൂടെ വരുന്നത് കണ്ടു കേട്ടോ. അതെന്താണെന്ന് ക്ലിയർ ഐഡിയ കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സിംഹത്തിന് സൂവിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇടയിലൊരു വെള്ളത്തിൻ്റെ ഒരു കനാല് പോലെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ എല്ലാം കണ്ടു. കറക്റ്റ് അത് എന്തിനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ വിസിറ്റ് ചെയ്തൊരു ടൈമിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം 1 to 3 ഉള്ളിലാണ് നമ്മൾ വിസിറ്റ് ഉണ്ടായിരുന്നത്, സൂ വിസിറ്റ് ഉണ്ടായിരുന്നത്. അവിടെ കുറേയൊക്കെ ആനിമൽസ് അവർ ഉറങ്ങുന്ന ടൈമായിരുന്നു. വളരെ കുറച്ച് ആനിമൽസ് മാത്രമാണ് ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ച നേരത്ത് ഒരു വിസിറ്റ് ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നിങ്ങളവിടെ മാനിലൊക്കെ നിൽക്കും ഫോട്ടോ എടുക്കാൻ. അമ്മ അതിന് അങ്ങോട്ടുള്ളതോ? പൂച്ച 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 എനിക്ക് തുടങ്ങും. ഇത് കങ്കാരു അല്ലേ? കങ്കാരു പിന്നെ നമ്മൾ കാണാൻ പോയത് കുറേ പല ടൈപ്പ് ഹോഴ്സസാണ്. വൈറ്റ് ഹോഴ്സ്, പല പേരിലുള്ള ഹോഴ്സസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഈ ഹോഴ്സസിനെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ. കാരണം ഇവർ അപ്പുറത്തുനിന്ന് പുല്ല് പറിക്കുന്നു, ഹോഴ്സിന് വന്ന് കൊടുക്കുന്നു. ഹോഴ്സസ് വളരെ കാമായിട്ട് പുല്ല് വാങ്ങി കഴിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അവരുടെ മുഖത്ത് തൊടാം, തലോടാം ഒക്കെ ചെയ്യാം. ഒന്നും അങ്ങനെ അഗ്രസീവായിട്ടുള്ള ഹോഴ്സൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയ കുട്ടികൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് അവിടെ നിന്ന് അവരെ പിടിച്ച് തിരിച്ച് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. പുല്ല് കഴിച്ച് മടുത്തിട്ടാണെന്ന് തോന്നുന്നു. ചില ഹോഴ്സസൊന്നും മൈൻഡ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ പോയത് ഓസ്ട്രിച്ചിനെ കാണാനാണ്. ഓസ്ട്രിച്ച് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുമായിരുന്നു. 2 ഓസ്ട്രിച്ചും മറ്റുമാണ് ഉണ്ടായിരുന്നത്.
പക്ഷേ ഇവരുടെ ഇവർ എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് തീരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം വളരെ സ്ലോ ആയി പുറകിലോട്ട് നടന്നു പോയ ആൾ പെട്ടെന്നൊരു സ്ഥലത്ത് നിർത്തി നല്ല സ്പീഡിൽ നമ്മുടെ അടുത്തോട്ട് നടന്നു വന്നു. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല, ഏറ്റവും സ്പീഡിൽ ഓടുന്ന ഒരു പക്ഷിയാണ് ഓസ്ട്രിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല കൊത്ത് കിട്ടും നമുക്ക് തലയിൽ. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അടുത്ത് പോയി വീഡിയോ എടുക്കാൻ. അപ്പോൾ പലപ്പോഴും ഓസ്ട്രിച്ച് അടുത്ത് വന്ന സമയത്ത് ഞാൻ ഫോൺ കൊണ്ട് മാറിപ്പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ്ലി കവേർഡ് അല്ലാത്തത് കൊണ്ടും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓസ്ട്രിച്ച് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പുല്ല് കൊടുത്തിട്ടൊന്നും ഓസ്ട്രിച്ച് കഴിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് കുറച്ച് 2-3 പപ്പീസിനെ ഒരു കേജിലാക്കിയിരിക്കുന്ന കണ്ടു. എന്ത് ടൈപ്പ് പപ്പിയാണെന്നൊന്നും എനിക്കറിയില്ല, ഏത് ബ്രീഡാണെന്നൊന്നും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഹൈനേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഹൈന എല്ലാം കിടന്ന് ഉറങ്ങുമായിരുന്നു. നൂൺ ടൈം ആയതുകൊണ്ടായിരിക്കും. വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന വേറൊരു ചങ്ങാതിയാണ് കേട്ടോ അത്, മങ്കി. ചില മങ്കീസ് എല്ലാം അപ്പുറം എല്ലാം കൂടി ഇരുന്ന് ചൊറിയുന്നു, പേൻ നോക്കുന്നു, തല നോക്കുന്നു, അങ്ങനെ പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു മങ്കി വളരെ ആക്റ്റീവായിരുന്നു. അത് കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് അത് ഫ്ലിപ്പ് ചെയ്ത് ജമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള മങ്കീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്കിപ്പോൾ കാണാം. തമിഴൊക്കെ പറയുന്നു. കേജിനകത്തുള്ള സ്ട്രക്ചേഴ്സും വളരെ നല്ലതായിരുന്നു കേട്ടോ. കുറേ സ്ഥലത്ത് സ്പൈഡർ വെബ് പോലെ ഉള്ള ഡിസൈൻസ് ഒത്തിരി സ്ഥലത്ത് കണ്ടു. നമ്മൾ എൻട്രൻസിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഓപ്പണായിട്ട് മുകളിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള കേജസിലൊക്കെ സ്പൈഡർ വെബിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ 2 ബെയർ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു ഈ ബെയർ. ഭയങ്കര ആക്റ്റീവായിരുന്നു. ഒരു മമ്മ ബെയർ ആൻഡ് ബേബി ബെയർ ആണെന്നാണ് കണ്ടിട്ട് മനസ്സിലായത്. അത് മമ്മ ബെയർ പുറകെ ഓടുന്നു, ബേബി ബെയർ ഫ്രണ്ടിൽ ഓടുന്നു. നല്ല രസത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ മുകളിൽ എന്തൊക്കെ ഇട്ടിരിക്കണേ? എല്ലാരും നോക്കി, നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. അങ്ങനെ എല്ലാം കണ്ടു, ആനിമൽസിനെ എല്ലാം കണ്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറേ കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. സ്നാക്സിൻ്റെ, ജ്യൂസ്, ഐസ്ക്രീംസ്, ഇങ്ങനത്തെ ബർഗർ, ഇച്ചിരി ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് എല്ലാം ഉള്ള കൗണ്ടേഴ്സ് 2-3 കൗണ്ടേഴ്സ് കണ്ടു. അവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. അവിടെ തന്നെ ഇരിക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ കിഡ്സിൻ്റെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ കുട്ടികൾ അവിടെ പോയി കുറച്ച് നേരം ഒന്ന് അവിടെ കളിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു ഐറ്റിനറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ മസ്റ്റായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ സഫാരി വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു.